വാട്സപ്പ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഇപ്പം വളരെ കുറവാണ്. വാട്സപ്പ് ഉപയോഗിക്കുന്നവരൊക്കെ 90% ആൾക്കാരും വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കും. ഈ സ്റ്റാറ്റസ് വെക്കുന്നേരം നമുക്ക് ഒരു ലെങ്ത്തുള്ള വീഡിയോ, സാധാരണ 30 സെക്കൻഡാണ് സ്റ്റാറ്റസ് വെക്കാനാകുക. അതിൽ പകരം ഒരു ലെങ്ത്തുള്ള വീഡിയോ, നമ്മളെ ഗ്യാലറിയിലുള്ള 2 മിനിറ്റ് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ ലെങ്ത്തുള്ള വീഡിയോ, അല്ലെങ്കിൽ നമ്മളെ ഗ്യാലറിയിലൊരു പാട്ട്, നല്ലൊരു മ്യൂസിക്, ഒരു ലെങ്ത്തുള്ളത്, അതൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെക്കാൻ എന്താ ചെയ്യുക? അതിനുള്ള നല്ല അടിപൊളി ഒരു വഴിയാണ് ഈ വീഡിയോ. സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാർ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ വീഡിയോ സ്പ്ലിറ്റർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനൊരു പെർമിഷൻ ചോദിക്കുക, അത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ അതിൻ്റെ ഇൻ്റർഫേസ് വരിക. ഇമ്പോർട്ട് വീഡിയോ, ഇമ്പോർട്ട് ഓഡിയോ, വ്യൂസ് സേവ്ഡ് എന്നുള്ള 3 ഓപ്ഷൻസ്. ഇതിൽ ഇമ്പോർട്ട് വീഡിയോ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലുള്ള വീഡിയോ എത്ര ലെങ്ത് ഉള്ളതായാലും നമുക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇങ്ങനെ വരിക. ഇവിടെ 3 ടാബ് താഴെ കാണാം. ഇതിൽ വാട്സപ്പ് സ്പ്ലിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 15 സെക്കൻഡോ 30 സെക്കൻഡോ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 30 സെക്കൻഡിന് സെലക്ട് ചെയ്ത് ഇതിവിടെ സേവ് കൊടുക്കുക. മേലെ സേവ് ഉണ്ട്. ഈ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി, എത്ര ക്വാളിറ്റിയിൽ നമുക്ക് സ്പ്ലിറ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്താൽ ചെറിയൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക, ഇതൊന്ന് കംപ്ലീറ്റ് ആകാനുള്ള. ഇതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 100% ആയി കഴിഞ്ഞ് ഇനി ഈ വ്യൂ ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് സ്പ്ലിറ്റായി കാണാം. നമ്മളെ വീഡിയോ ഇവിടെ കറക്റ്റ് 30 സെക്കൻഡ് ഇവിടെ സ്പ്ലിറ്റ് ആയി. ഇനി നമുക്ക് ഈ ഷെയർ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇതിങ്ങനെ തന്നെ നമ്മളെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൊന്ന് പോയി നോക്കിയാൽ നമ്മളെ സ്റ്റാറ്റസ് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ഇവിടെ സെൻഡ് ആകുന്നത് കാണാം. സെൻഡായിട്ട് അത് എങ്ങനെയാണോ ഫുൾ വീഡിയോ ഉള്ളത് അതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ആൾക്കാർക്ക് കാണുകയും ചെയ്യാം. ഇനി ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഇമ്പോർട്ട് ഓഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഗ്യാലറിയിലുള്ള പാട്ട്, ഏത് പാട്ടും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ഇമേജ് എന്നുള്ള ടാബ് കൂടെ നമുക്ക് നമ്മളെ ഗ്യാലറിയിലുള്ള ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺവേർട്ട് കൊടുക്കുക. കൺവേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം എടുക്കുന്ന 100% ആയി കിട്ടാൻ ഇവിടെ ഇങ്ങനെ കാണാം. 100% വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വീഡിയോ കണ്ടല്ലേ, അതുപോലെ തന്നെ ഉള്ള ഓപ്ഷൻസ് ആണ് വരിക. ആ ഫോട്ടോ ഇവിടെ വരും, അതിൻ്റെ കൂടെ ആ പാട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫോട്ടോയും നമ്മൾ ആഡ് ചെയ്ത ആ പാട്ടും ഇതും നേരത്തേതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വാട്സപ്പ് സ്പ്ലിറ്റ് കൊടുക്കുക, സേവ് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് അതേപോലെ തന്നെ ഇതും ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടുള്ള മ്യൂസിക് ആയിട്ട് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാം. പിന്നെ ഇതിന് വേറൊരു ഗുണമുള്ള എന്താ വെച്ചാൽ മിക്സ് ഓഡിയോ എന്നുള്ളത് കൂടെ നമ്മളെ ഗ്യാലറിയിലുള്ള ഏത് ഓഡിയോയും നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാട്ടിലായാലും നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിലായാലും ഈ മിക്സ് ഓഡിയോ എടുത്തിട്ട് നമുക്ക് ഓഡിയോ മിക്സ് ചെയ്ത് കൊടുക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.